ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ അവസാന നിമിഷം ഇടം നേടാൻ കഴിഞ്ഞ താരമാണ് നെയ്മർ ജൂനിയർ. ജാവോ പെഡ്രോക്കാണ് സ്ഥാനം നഷ്ടമായത്. ചെൽസിക്ക് വേണ്ടി നല്ല രൂപത്തിൽ കളിച്ച ജാവോ പെഡ്രോക്ക് സ്ഥാനം നഷ്ടമായി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. പക്ഷേ നെയ്മറാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട താരം. അതുകൊണ്ട് തന്നെ നെയ്മറുടെ വരവ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒന്നാണ്. പക്ഷേ നെയ്മറെ ഉൾപ്പെടുത്തിയതിൽ ആഞ്ചലോട്ടിക്ക് വലിയ പ്രശംസകൾ ലഭിക്കുന്നുണ്ട്, അതിനോടൊപ്പം വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെയ്മർക്ക് ഇപ്പോൾ ടീമിനകത്ത് കളിക്കാനുള്ള ഒരു അർഹതയില്ല എന്ന ആരോപണങ്ങൾ പലരും ഉയർത്തുന്നുണ്ട്. മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയത്, അതിനേക്കാൾ അർഹതയുള്ള പല താരങ്ങളും പുറത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ശക്തമാണ്. പക്ഷേ നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയർ സ്ഥാനം അർഹിക്കുന്നുണ്ട്. സമീപകാലത്തെ നെയ്മർ കളിച്ച മിനിറ്റുകൾ നോക്കിയാലും പ്രകടനം നോക്കിയാലും നെയ്മർക്ക് എന്തുകൊണ്ടും വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം അർഹതയുണ്ട് എന്നുള്ളതാണ്. അതായത് സാന്റോസിന് വേണ്ടി അവസാനമായി കളിച്ച 19 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 5 അസിസ്റ്റുകളും നേടിയ താരമാണ് നെയ്മർ. അങ്ങനെ 16 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ. അതിനേക്കാൾ ഉപരി കളി സമയത്തിന്റെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അവസാനമായി കൊണ്ട് ബ്രസീലിന്റെ ദേശീയ ടീം പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സമയം കളിച്ച ബ്രസീലിയൻ സ്ട്രൈക്കർ അത് നെയ്മർ ജൂനിയർ ആണ്. അതായത് നെയ്മറേക്കാൾ കൂടുതൽ മിനിറ്റ് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്കറും ബ്രസീലിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കോളപ്പിന് ശേഷം 862 മിനിറ്റാണ് ആകെ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. ഇത്രത്തോളം മിനിറ്റ് കളിച്ച ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറും ഇല്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ 822 മിനിറ്റ്, പെഡ്രോ 816 മിനിറ്റ്, ലൂയിസ് ഹെൻറിക്ക് 618 മിനിറ്റ്, ഇഗോർ തിയാഗോ 540 മിനിറ്റ്, എൻറിക്ക് 519 മിനിറ്റ്, ജാവോ പെഡ്രോ 498 മിനിറ്റ്, മാത്യൂസ് കുഞ്ഞ 428 മിനിറ്റ്, ഗബ്രിയേൽ മാർട്ടിനെല്ലി 394 മിനിറ്റ്, റയാൻ 336 മിനിറ്റ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച ബ്രസീലിയൻ സ്ട്രൈക്കർ അത് നെയ്മർ ജൂനിയർ ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നെയ്മർ വീണ്ടെടുത്തിട്ടുണ്ട്. മികച്ച പ്രകടനം നെയ്മർ നടത്തുന്നു, ഗോളുകൾ നേടുന്നു, അസിസ്റ്റുകൾ നേടുന്നു. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ബ്രസീലിയൻ ടീമിൽ അർഹതയുള്ള താരമാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ തിരികെ വിളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.